ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും നടത്തുന്ന സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളും എല്ലാവർക്കും മേലും പകരപ്പെട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. പലപ്പോഴും നാം കേട്ടിരിക്കുന്ന അനവധി പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ നാം കേട്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെങ്കിൽ 12 സംവത്സരമായി രക്തസ്രാവം ഉള്ളൊരു സ്ത്രീ അവിടെ മുതലൊക്കെയും വിറ്റ് ശുശ്രൂഷിച്ചു, വൈദ്യന്മാർക്ക് കൊടുത്തു. പക്ഷേ ഒരു സൗഖ്യവും അവൾ കടന്നു വരുവാനിടയായി തീർന്നില്ല. പല കാലങ്ങളായി രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു സ്ത്രീ. എന്നാൽ ഒരിക്കൽ യേശുവും ശിഷ്യന്മാരുമായി പോകുന്ന യാത്രയിൽ അവൾ പിൻപറ്റി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവാനിടയായി തീർന്നു. തൊങ്ങൽ തൊടുന്നതിൽ പ്രത്യേകത, അവിടെ അസുഖം അവിടെ വെച്ച് മാറുവാനിടയായി തീർന്നു. അങ്ങനെ യേശുവിൻ്റെ അവിടെ അസുഖം മാറുകയും അവൾ മറഞ്ഞിരിക്കുന്നില്ല എന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്യും. യേശു പറയുകയാണ്, എന്നെ ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അവൾ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ടിട്ടുള്ള യേശുവിൻ്റെ അരികിൽ കടന്നു വന്ന് തനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും യേശു അവളോട് പറയുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശു കർത്താവിനെ തൊട്ടാൽ സൗഖ്യം ജീവിതത്തിൽ ഉണ്ടാകും. യേശുവിനെ തൊട്ടാൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. ഏറിയ മുതലും വിറ്റിട്ടും വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടും മാറാത്ത അസുഖം യേശുവിൻ്റെ വസ്ത്രത്തിലും തൊട്ടപ്പോൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. യേശുവിനെ തൊടുവാൻ തയ്യാറായാൽ, യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊടുവാൻ തയ്യാറായാൽ, യേശുവിനെ പിൻപറ്റുവാൻ തയ്യാറായാൽ, യേശുവുമായി ഒരു ബന്ധം പുലർത്തുവാൻ തയ്യാറായാൽ തീർച്ചയായും ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. യേശുവിന് രോഗത്തിന്മേലൊരു അധികാരമുണ്ടെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. 8-ാം അധ്യായം പല അത്ഭുതങ്ങൾ നടക്കുന്നുവെങ്കിലും 8-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുകയാണ് യേശു ക്രിസ്തുവിന് രോഗത്തിന്മേലൊരു വലിയ അധികാരമുണ്ട്. എന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ യേശുവിന് നിന്മേൽ തൊടുവാൻ, യേശുവിൻ്റെ വസ്ത്രത്തെ നീ തൊടുവാൻ, യേശുവിനെ തൊടുവാൻ നീ തയ്യാറായാൽ പല അസുഖങ്ങളും പല രോഗങ്ങളും നിന്നിൽ നിന്ന് മാറിപ്പോകുവാനിടയായി തീരും. കാരണം യേശു അത്ഭുത മന്ത്രിയാണ്, യേശു അത്ഭുതവാനാണ്, അത്ഭുതങ്ങളെ ചെയ്തെടുക്കുന്നവനാണെന്ന് കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ ഒരു വലിയ പ്രവൃത്തി അവൾ വെളിപ്പെട്ടു കഴിഞ്ഞപ്പോൾ 12 വർഷമായി ആരുടെയും അരികിൽ കടന്നു ചെല്ലുവാൻ കഴിയാതെ, ഒരു മനുഷ്യനെ മുമ്പിൽ കടന്നു ചെല്ലുവാൻ കഴിയാതെ, ഒരു മുറിക്കകത്ത് ഒറ്റപ്പെട്ട അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതുകൊണ്ട് അവൾ അതിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീർന്നു. ഇന്ന് എന്നെ ശ്രമിക്കുമ്പോൾ ദൈവം ഇതിലെ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നീ ദൈവസന്നിധിയിൽ ശക്തമായിരിക്കുകയും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ചേർന്നിരിക്കുവാൻ തയ്യാറായാൽ, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുവാൻ തയ്യാറായാൽ, ഒരു വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു അത്ഭുതം അവൻ ചെയ്യുവാനിടയായിത്തീരും. ഒരു വലിയ വിടുതൽ നടക്കുവാനിടയായിത്തീരും. കാരണം അവൻ അത്ഭുത മന്ത്രി എന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ പേരെന്ന് കാണുവാൻ സാധിക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലുള്ള വാളാണ്. ആ വാൾ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ചില രോഗങ്ങൾ മാറിപ്പോകുവാനിടയായിത്തീരും, ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. ഈ സ്ത്രീ എല്ലാ അവസ്ഥകളും വിട്ടിട്ട്, എല്ലാ രോഗങ്ങളും മാറി യേശുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ മുമ്പിൽ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യേശു പറയുകയാണ്, നിൻ്റെ മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് ഒരു വിശ്വാസം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, ഒരു ഉറപ്പ് ജീവിതത്തിലുണ്ടായിരിക്കണം. എൻ്റെ ദൈവം അവൻ എന്നെ വിടുവിക്കുവാനിടയായിത്തീരും, അവൻ എന്നെ പരിപാലിക്കുവാനിടയായിത്തീരും, പൂർണ്ണമായ വിടുതൽ എനിക്ക് നൽകുവാനിടയായിത്തീരും. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം ചില മാറ്റങ്ങൾ വരുത്തുവാനിടയായിത്തീരും. എന്നെ ശ്രമിക്കുന്ന ദൈവം ഇതിലെ നീ ദൈവസന്നിധിയിൽ ദൈവവുമായി ഒരു അഭേദ്യമായി ബന്ധം പുലർത്തുന്നുവെങ്കിൽ, ദൈവവുമായി ഒരു അടുപ്പം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിശ്വാസത്തോടെ ദൈവസന്നിധി താഴുവാൻ തയ്യാറായെങ്കിൽ തീർച്ചയായും ഒരു അത്ഭുതം നിന്മേൽ ദൈവം പകരപ്പെടാൻ പോകുകയാണ്.
എന്നെ ശ്രമിക്കുമ്പോൾ തന്നെ, ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നിന്മേൽ തൊടുവാനിടയായി തീരും. ചില രോഗങ്ങൾ മാറിപ്പോകുവാനിടയായി തീരും, ചില അസ്വസ്ഥതകൾ മാറിപ്പോകുവാനിടയായി തീരും, ചില പ്രതികൂലങ്ങൾ മാറിപ്പോകുവാനിടയായി തീരും. നീ വിശ്വസിക്കുന്ന ചില വിഷയത്തിന്മേൽ ഒരു വലിയ മറുപടി നൽകുവാനിടയായി തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ വചനത്തിനായി കാത്തിരിക്കാം, അതിനായി ഒരുങ്ങാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്യണമേ. വിശ്വാസത്താൽ തൊഴുന്നവർക്കുമേൽ ഒരു അത്ഭുതം ദൈവം ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ കർത്താവ് വായിക്കണം, അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലായി ചാട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ആമേൻ.